വെൽക്കം ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു യാത്രാ വീഡിയോ ആണ്. കാനഡയിലെ ടൊറൻറ്റോയിൽ നിന്നും യുഎസിലെ ഫ്ലോറിഡ സ്റ്റേറ്റിലെ ഒർലാൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഒരു 3 മണിക്കൂർ ട്രാവലാണ് നമുക്ക് ഒർലാൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളത്. ഫസ്റ്റ് ടൈമാണ് യുഎസിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ബസ് സ്റ്റോപ്പിലെത്തി. കാനഡയിലെ ബസ് സ്റ്റോപ്പൊക്കെ ഇങ്ങനെയാണ്, 4 ചില്ല് കൊണ്ടൊക്കെ വെച്ചുണ്ടാക്കിയൊരു സെറ്റപ്പാണ്. ഇവിടുന്ന് നമുക്ക് ഒരു സബ്വേ സ്റ്റേഷനിലോട്ടൊരു ബസ് എടുക്കുക. അവിടെ നിന്നാണ് എന്നിട്ട് നമ്മൾ ബാക്കി യാത്ര തുടരുന്നത്. എയർപോർട്ടിലേക്ക് സാധാ TTC, അതായത് ടൊറൻറ്റോ ട്രാൻസിറ്റ് കമ്മീഷൻ്റെ ബസ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമ്മൾ ടാക്സി പിടിച്ചു കൊടുക്കേണ്ടത് ഒരു $40, $50 ഒക്കെ ആണെങ്കിൽ നമുക്ക് $2-3 നമുക്ക് എയർപോർട്ട് വരെ പോകാം. അപ്പം ഇവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റിംഗ് ഫോർ ദി ബസ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പോകേണ്ട ബസ് എത്തി. ഇവിടുന്ന് നമ്മൾ കെന്നഡി എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ അടുത്ത യാത്ര. അപ്പം നമ്മൾ ബസ്സിന് പോകുമ്പം നമുക്ക് കുറച്ച് സമയം കൂടുതലെടുക്കും. മറ്റേത് നമ്മൾ പൈസ കൂടുതൽ കൊടുത്താൽ കാറിന് നമുക്ക് ഒരു 45 മിനിറ്റ് കൊണ്ട് എത്താമെങ്കിൽ ആ സമയത്ത് നമുക്കിവിടെ ഒരു 2 മണിക്കൂർ എടുത്താലേ നമുക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിപ്പോൾ ഒരു ഉച്ച സമയമാണ്. ഒരു 12:45 സമയത്താണ് നമ്മൾ യാത്ര തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ കെന്നഡി സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. ഇവിടെ ബസ്സും ട്രെയിനും എല്ലാം വരുന്നൊരു സ്റ്റേഷനാണ്. ഇവിടുന്ന് നമ്മൾ ഏറ്റവും താഴത്തെ അണ്ടർഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെയാണ് നമ്മുടെ മെട്രോ വരുന്നത്. സബ്വേ എന്നാണ് ഇവിടെ മെട്രോയ്ക്കൊക്കെ പറയുന്നത്. മണ്ണിൻ്റെ അടി കൂടെ പോകുന്നുണ്ട്. സോ നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാം. ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഒരു ക്യാബിൻ ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ നോർമൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിച്ച് പോകാൻ തീരുമാനിച്ചത്. ഒത്തിരി ലഗേജൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് കാറൊക്കെ പിടിച്ച് തന്നെ പോകേണ്ടി വരും. അപ്പം ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. നമുക്ക് ഈ ട്രെയിനിൽ കയറിയിട്ട് കിപ്ലിംഗ് എന്ന് പറഞ്ഞ സ്ഥലം, ഇത് കെന്നഡി, ഇത് സ്റ്റാർട്ടിങ് ആണ് ഈ ലൈനിൻ്റെ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കിപ്ലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ടാണ് പോകുന്നത്. കിപ്ലിങ്ങിൽ നിന്ന് നമുക്ക് എയർപോർട്ട് ബസ് കിട്ടും. ഇവിടെ ബാഗൊക്കെ ഇവിടെ സ്വസ്ഥമാക്കി വെച്ച്. ഇതാണ് നമ്മുടെ സബ്വേയുടെ മാപ്പ്. ഇത് ലൈൻ 2 എന്നാണ് പറയുന്നത്. 3 ലൈനുണ്ട്. ഇത് കെന്നഡി ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് നമുക്ക് പറയാം. ഏറ്റവും അവസാനത്തെ ഇതായ കിപ്ലിങ്ങിൽ നിന്ന് നമുക്ക് പിയർസൺ എയർപോർട്ടിലേക്ക് അവിടുന്ന് ബസ്സുണ്ട്, എക്സ്പ്രസ് ബസ്സുണ്ട്. അപ്പം നമ്മുടെ ട്രെയിൻ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. ഇവിടുന്ന് പുറത്തോട്ട് നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചയൊന്നും കാണാനില്ല. ഞാൻ പറഞ്ഞതുപോലെ മണ്ണിൻ്റെ അടിയിൽ കൂടെയാണ്. മോസ്റ്റ് ഭാഗങ്ങൾ മണ്ണിൻ്റെ അടിയിൽ കൂടെയാണ്, പക്ഷെ മൊത്തം മണ്ണിൻ്റെ അടിയിൽ കൂടെ ഒന്നുമല്ല. അപ്പം നമ്മൾ ഒരു 2-3 സ്റ്റോപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നിറച്ച ആളായി. ഞാൻ കയറിയപ്പം ഫസ്റ്റ് സ്റ്റേഷൻ ആയിരുന്നത് കൊണ്ട് വലിയ ആളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ആളൊക്കെ ആയി. അപ്പോൾ നമ്മുടെ യാത്രാ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമുക്ക് യുഎസിലെ ഒർലാൻഡോ എന്ന് പറയുന്ന സ്ഥലത്ത് കസിൻ ചേച്ചിയുണ്ട്. കസിൻ ചേച്ചി ഫാമിലിയായിട്ട് താമസിക്കുന്നു. ഹസ്ബൻഡും പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേരും ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അപ്പം അവരെ കാണാനൊക്കെ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അവരുടെ വീട്ടിലെത്തുന്നവരെ യാത്രയാണ് കാണിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ചില സ്ഥലത്തെത്തുമ്പം ട്രെയിൻ പുറത്തോട്ട് ഇറങ്ങും. മറ്റേ മണ്ണിൻ്റെ അടിയിൽ നിന്നും കൂടെ മാത്രമല്ല, അല്ലാണ്ടും പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഒരു സ്റ്റേഷനിൽ വന്ന് ഒരു 10 സെക്കൻഡ് കണ്ട് ഡോർ തുറന്ന് അപ്പം തന്നെ അടച്ച് അങ്ങെത്തും. അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി. കിപ്ലിംഗ് എന്ന് പറഞ്ഞ സ്റ്റോപ്പ്. ഇവിടെ കിപ്ലിംഗ് ഇവിടെ എഴുതിയിട്ടുള്ള ഇവിടെ നമ്മൾ കിപ്ലിംഗ് എഴുതിയത് കാണാം. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് കയറിയിട്ട് അവിടെ നിന്നാണ് എയർപോർട്ടിലോട്ടുള്ള എക്സ്പ്രസ് ബസ് ഉണ്ടാകുന്നത്. 900 ആണ് ബസ്സിൻ്റെ നമ്പർ. നമുക്കറിയാം വലിയ വലിയ സിറ്റികളിലൊക്കെ ബസ്സിന് നമ്പർ ഉണ്ടാവും. അപ്പം വലിയ ഇതായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എയർപോർട്ട് എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ ബസ്സിന് കയറിയിട്ട് ഇനി നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടിലോട്ട് പോകുന്ന ബസ്സായതുകൊണ്ട് പ്രത്യേകം മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാഗൊക്കെ വെക്കാൻ സ്ഥലം വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മളതിൻ്റെ മുകളിൽ തന്നെ ബാഗും കയറ്റി വെച്ചു. വലിയ പെട്ടിയൊന്നും കയറ്റി വെക്കാൻ പറ്റത്തില്ല. ക്യാബിൻ ബാഗൊക്കെ വെക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ടെർമിനൽസൊക്കെ അവർ എഴുതിക്കാൻ. ടെർമിനൽ 1-ലും 3-ലും പോവും. അപ്പം ടെർമിനൽ 1-ൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം നമ്മളിവിടെ വന്നിറങ്ങി. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒക്കെ നോക്കണം. അപ്പോൾ നമ്മൾ ഡിപ്പാർച്ചർ നോക്കി പോവുകയാണ്. അത് ആളെ ഒന്നും കാണുന്നൊന്നുമില്ല. ടെർമിനൽ 1 ആണോ 3 ആണെന്ന് തോന്നുന്നു മെയിനായിട്ടുള്ളത്, എനിക്കറിയത്തില്ല. ഇനിയിപ്പം ഇതിൽ ലെവൽ 3യിലാണ് ഡിപ്പാർച്ചേഴ്സ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ലെവൽ 3യിലോട്ട് നമുക്ക് ലിഫ്റ്റ് എടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെവൽ 3യിൽ വന്നിറങ്ങി.
ഇപ്പം നമുക്കിവിടെ ഓൾറെഡി ഞാൻ ചെക്കിനൊക്കെ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടണം. ബോർഡിംഗ് പാസ് നമുക്ക് ഇവിടെ എന്തോ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ ഉള്ള സെറ്റപ്പ് ഉണ്ട്. ഇതാണ് പ്രിൻ്റ് എടുക്കുന്ന മെഷീൻ. ഇവിടെ നമുക്ക് ബോർഡിംഗ് പാസ് സിമ്പിളായിട്ട് എടുക്കാം. നമുക്ക് ഒരു ക്യൂ നിൽക്കേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ മെഷീനും ഉണ്ട്, അതുകൊണ്ട് അങ്ങനത്തെ തിരക്കൊന്നും കാര്യങ്ങളില്ല. അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. നമ്മുടെ ഫ്ലൈറ്റ് എഫ് എന്നാണ്, ഗേറ്റ് എഫ്. അപ്പോൾ നമ്മളിനിയിപ്പം ഗേറ്റ് എഫ് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് സെക്യൂരിറ്റി ചെക്കൊക്കെ ചെയ്യണം. അപ്പം എഫ് അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പോകണം, റൈറ്റ് സൈഡിലോട്ട്. എഫ് ഗേറ്റിൻ്റെ അവിടെ യു എസിൻ്റെ ഫ്ലാഗിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എഫ് ഗേറ്റിൽ നിന്ന് യു എസിലോട്ടുള്ള ഫ്ലൈറ്റുകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് തോന്നുന്നു. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും ക്രിസ്മസിൻ്റെ ട്രീയും ഡെക്കറേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് EF ഗേറ്റുകളാണ് ഇവിടെ ഉള്ളത്. അവിടുന്ന് എനിക്ക് തോന്നുന്നു കാനഡയുടെ പല ഭാഗത്തേക്കും പിന്നെ US-ലോട്ടുള്ള ഫ്ലൈറ്റ്സ് മാത്രമേ ഇവിടെ നിന്നുള്ളൂ തോന്നുന്നു. അപ്പോൾ നമുക്ക് എഫ് ഗേറ്റിൻ്റെ അവിടെ, അപ്പോൾ US-ലോട്ടുള്ള ഫ്ലൈറ്റുകളെല്ലാം എഫ് ഗേറ്റിൽ നിന്നാണ് തോന്നുന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്കിനിയിപ്പം ക്യൂ നിന്നകത്തേക്ക് കയറാം. ഇനി നമുക്ക് 2 കടമ്പയാണുള്ളത്. ഒന്ന് സെക്യൂരിറ്റി ചെക്ക്, 2 US ഇമിഗ്രേഷൻ. സാധാരണ നമ്മൾ ചെന്നിറങ്ങുന്ന രാജ്യത്ത് അവിടെ ആയിരിക്കും ഇമിഗ്രേഷൻ ഉണ്ടാകുക. പക്ഷേ US-ൻ്റെ കാര്യത്തിൽ എനിക്കറിയത്തില്ല, US-ൻ്റെ എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ടൊറൻഡോയിൽ നിന്ന് പോകുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ US-ലോട്ട് വരുമ്പോഴും അവിടുന്ന് തന്നെ നമ്മൾ കയറുന്ന ബോർഡിംഗ് പോയിന്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇമിഗ്രേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അവരവിടുന്ന് തീരുമാനിക്കും നമ്മളെ കയറ്റി വിടണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കൺട്രിയിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നിറങ്ങുമ്പോഴായിരിക്കും നമുക്കവിടെ ഇമിഗ്രേഷൻ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് US ഇമിഗ്രേഷൻ ഉണ്ട്. അത് ഇവിടുന്ന് തന്നെയാണ്. ഇമിഗ്രേഷൻ ആകുമ്പോൾ കുറച്ചൊരു തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുമെന്നാണ് കേട്ടേക്കുന്നത്. എന്താണേലും പോയി നോക്കാം. അപ്പോൾ US ഇമിഗ്രേഷൻ്റെ ക്യൂ ആണ് ഇവിടെ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഇപ്പം അവിടെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഹോളിഡേ ഒക്കെയാണ്. അപ്പോൾ ഒത്തിരി പേര് ഇവിടുന്ന് അങ്ങോട്ട് ഒക്കെ പോകുന്നുണ്ട്. ഇമിഗ്രേഷൻ ചെക്കൊക്കെ കഴിഞ്ഞു US-ൻ്റെ കസ്റ്റംകാരുടെ. അപ്പം ഞാനവിടുത്തെ ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യലും ഭയങ്കര സംഭവമൊക്കെ ആയിരിക്കുന്നു. പക്ഷേ എന്നോട് വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചൊന്നുമില്ല. എവിടെ പോകുന്നു, എപ്പോൾ തിരിച്ചു വരുന്നു, അത്രമാത്രം കാര്യം ചോദിച്ചുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഗേറ്റ് കണ്ടുപിടിച്ചിട്ട് ഗേറ്റിലോട്ട് പോകണം. ഗേറ്റ് 67 ആണ്. സോ അത് നോക്കി പോകണം. ഇമിഗ്രേഷൻ്റെ അവിടെ വലിയ സീനായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ, അതായത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വിസിറ്റിംഗ് വിസ എടുത്ത് കാനഡയിലോട്ടും US-ലോട്ടൊക്കെ വന്നിട്ട് ഇവിടെ ക്യാഷ് ജോബ് ചെയ്യാനും അങ്ങനത്തെ പരിപാടിക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അറിയാം, ഒത്തിരി ആൾക്കാർ വേണ്ടത്ര ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ അവർ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്തിട്ടേ വിടുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. പക്ഷേ എന്നോട് ഞാൻ പറഞ്ഞ പോലെ 2-3 ക്വസ്റ്റ്യൻ, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എപ്പോൾ തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ച് എന്നെ അപ്രൂവ് ചെയ്ത് അകത്തോട്ട് വിട്ടു. അപ്പം ടൊറൻഡോയിലെ ഈ എയർപോർട്ടിൻ്റെ പേര് പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. പിയേഴ്സൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനമന്ത്രിയുടെ പേരാണ്. ലെസ്റ്റർ B. പേഴ്സൺ എന്നാണ് പുള്ളിയുടെ ഫുൾ നെയിം. പുള്ളി ഇവിടുത്തെ 14ാമത്തെ പ്രധാനമന്ത്രിയും കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ എഫ് ഗേറ്റ് F67 നോക്കി പോവുകയാണ്. അപ്പോൾ നമ്മൾ F67 എത്തി. എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഫ്രഞ്ചിൽ എഴുതിയിരിക്കുന്നതാണ്. കാനഡയുടെ 2ാമത്തെ ഔദ്യോഗിക ഭാഷയാണ് ഫ്രഞ്ച്, ഫസ്റ്റ് ഇംഗ്ലീഷ്. അപ്പം എഫിന് ഫ്രഞ്ചിൽ എഫ് എന്ന് എഴുതുന്ന E ആണ്, ഈ ലെറ്ററാണ്. അപ്പം നമ്മൾ ഇവിടെ വന്ന് ഇരുന്നു, നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വന്നിരുന്നു, പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ടെർമിനൽ 1 ടെർമിനൽ 3 എന്നൊക്കെ ബസ്സിൽ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു 2 ഉണ്ടോ എന്ന്. അപ്പം നമുക്കൊരു ഡൗട്ട്, 2 എവിടെ എഴുതി കണ്ടില്ല. അപ്പം നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കാണിച്ചു 1 എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് 2 അവർ ക്ലോസ് ആക്കി. പിന്നെ ആ 2ൻ്റെ സ്ഥലം കൂടെ എടുത്തിട്ടാണ് 1 വലുതാക്കിയത്. അങ്ങനെ അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് പതുക്കെ വന്ന് അവിടെ എയർ ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് വരുന്നു. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് എയർ കാനഡ റൂജ് എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ്. അതായത് ചെറിയ ഡെസ്റ്റിനേഷനിലായിട്ടൊക്കെ ഇവർ പോകുന്നതാണ് എയർ കാനഡ റൂജ് എന്ന് പറഞ്ഞ പേരിൽ. അതായത് കാനഡ, മെക്സിക്കോ, USA അതിലോട്ടൊക്കെ തന്നെ പോകുന്ന ഫ്ലൈറ്റിനാണ് അവർ എയർ കാനഡ റൂജ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. എല്ലാം ചെറിയ ഫ്ലൈറ്റുകളാണ്. അപ്പോൾ അവരുടെ ബോർഡിംഗ് ഒക്കെ തുടങ്ങി. ഇനിയിപ്പം നമുക്ക് പതുക്കെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാം.
ഫ്ലൈറ്റിൻ്റെ ഡിപ്പാർച്ചർ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത് 5:40 പക്ഷേ നമ്മുടെ ബോർഡിങ് തുടങ്ങിയപ്പോൾ തന്നെ 5:30 കഴിഞ്ഞു. ഇനിയിപ്പം ഫ്ലൈറ്റ് എടുക്കുമ്പോഴത്തേക്കും നല്ലോണം ലേറ്റ് ആവുമായിരിക്കും. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. അത്യാവശ്യം നല്ല തിരക്കാണ്, ഫുൾ സീറ്റ് ആൾക്കാരാണ്. അങ്ങനെ എനിക്ക് മിഡിൽ സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മിഡിൽ സീറ്റ് വലിയ താല്പര്യമൊന്നുമില്ല. ഒന്നേ വിൻഡോ കിട്ടണം, ഇല്ല മറ്റേ സൈഡ് കിട്ടുന്നതാണ്. പക്ഷേ അതിനൊക്കെ വേറെ പൈസ കൊടുക്കുന്നുണ്ട് വിൻഡോ സീറ്റൊക്കെ കിട്ടുന്നത്. ഇതാണ് എയർ കാനഡ കുറിച്ച് എയർബസ് 321 എമ്മിനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ ടേക്ക് ഓഫിനുള്ള സമയമായി. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് കറക്റ്റ് ചിറകിൻ്റെ ആ ഭാഗത്തുള്ളൊരു സീറ്റാണ്. അതുകൊണ്ട് പുറത്തേക്കുള്ള കാഴ്ചയൊന്നും വലിയ കാര്യമായിട്ട് കിട്ടില്ല. പിന്നെ ഓൾറെഡി ഞാൻ മിഡിൽ സീറ്റിലാണ്. ഞാൻ അവിടുന്ന് മറ്റേ പുള്ളിയോട് ചോദിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. നല്ല രസമാണ് ലൈറ്റൊക്കെ ഇട്ട് പുറത്ത് ടൊറന്റോ രാത്രി കാണാൻ. ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് അവിടുന്ന് ടൊറന്റോയിൽ നിന്ന് വിട്ടതെങ്കിലും കറക്റ്റ് ടൈമിൽ തന്നെ 8:40 എന്ന് പറഞ്ഞ് കറക്റ്റ് ടൈമിൽ തന്നെ ഫ്ലൈറ്റ് ഒർലാൻഡോയിൽ ലാൻഡ് ചെയ്തു. ഇനിയിപ്പം പതുക്കെ പുറത്തോട്ടിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇമിഗ്രേഷനും പരിപാടിയൊന്നുമില്ല, നേരെ പുറത്തിറങ്ങി നമുക്ക് പോവാം. വേറൊരു പരിപാടിയില്ല. നമുക്ക് ബാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ക്യാബിൻ ബാഗിൻ്റെ ഉള്ളിൽ നേരെ എടുത്തുകൊണ്ടങ്ങ് പുറത്തോട്ടിറങ്ങാം. അങ്ങനെ നമ്മൾ ഒർലാൻഡോ എയർപോർട്ടിൽ വന്നിറങ്ങി. അത്യാവശ്യം നല്ലൊരു എയർപോർട്ടാണ്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. വലിയ തിരക്കൊന്നുമില്ല, കാരണം ഇപ്പോൾ സമയം 8:45 9 മണിയൊക്കെ അടുത്തായല്ലോ. അപ്പോഴത്തേക്ക് പിന്നെ വലിയ തിരക്കൊന്നുമില്ല. ഇനിയിപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാം. ഇവിടെയും ക്രിസ്മസിൻ്റെ ട്രീ എല്ലാ എയർപോർട്ടിലും നമ്മൾ ട്രീ ഒക്കെ കാണാം. ടൊറന്റോയിൽ നിന്ന് എപ്പോഴും കണ്ടു. ഇവിടെയും വലിയൊരു ട്രീ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മളെ കൂട്ടാൻ ചേച്ചിയും ഹസ്ബൻഡ് അവരെല്ലാം വന്നിട്ടുണ്ട്, അവരെ കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മെയിൻ ടെർമിനൽ ബിൽഡിങ്ങിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു ട്രെയിൻ എടുക്കണം. ട്രെയിൻ എടുത്തിട്ട് വേണം മെയിൻ ടെർമിനൽ ബിൽഡിങ്ങിലോട്ട് പോകുന്നത്. അവിടെയാണ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ വന്നിറങ്ങിയ ടെർമിനലിൽ നിന്ന് അവിടെ വന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ട്രെയിൻ വന്നു. എപ്പോഴും തന്നെ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു ട്രെയിനിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാം. നല്ല അടിപൊളി ട്രെയിനാണ്. അടിപൊളി ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇരിക്കാൻ സീറ്റൊന്നുമില്ല, കാരണം ഒരു മിനിറ്റ് പോലും യാത്രയില്ല. 1 മിനിറ്റ് ഉണ്ടാവുമായിരിക്കും. സീറ്റൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടെത്താം. അപ്പോൾ നമ്മൾ മെയിൻ ടെർമിനൽ ബിൽഡിംഗ് വന്നിറങ്ങി. സംഭവം എന്ന് വെച്ചാൽ ഈ എയർപോർട്ടിൽ ചുറ്റും കുറേ തടാകങ്ങൾ, ചെറിയ ചെറിയ ലേക്ക് മീൻസ് പോണ്ടുകളുണ്ട്. അതൊന്നും അവർ മൂടൊന്നും ചെയ്യാണ്ട് അതെല്ലാം അവിടെ തന്നെ നിർത്തിക്കൊണ്ട് പണിതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ട്രെയിനൊക്കെ എടുത്ത് വേറെ പിന്നെ കുറേ എല്ലാ മെയിൻ എയർപോർട്ടുകളിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ വേറെ ടെർമിനലിലോട്ടെല്ലാം ട്രെയിനെല്ലാം കയറി പോവാം. അടിപൊളി ഒരു ട്രീ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് വേറൊരു സ്ഥലമാണ്, പക്ഷേ ഇവിടെയും അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തോട്ടിറങ്ങി. ഇനിയിപ്പം അവർ കൂട്ടാൻ വണ്ടി വരുന്നത് നോക്കി നിൽക്കുന്നു. കാനഡയിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇപ്പം നല്ല ക്ലൈമറ്റാണ്. കാനഡയിൽ ഞാൻ കയറിയ സമയത്ത് 2 3 ഡിഗ്രി ഒക്കെ ആയിരുന്നു. അതായത് നമ്മൾ തണുപ്പിലോട്ട് പോകുന്ന തണുപ്പിലാണ്, എന്നാലും സ്നോ വീണ് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇവിടെ നല്ല ക്ലൈമറ്റാണ്. 18 19 20 ഡിഗ്രി ഒക്കെയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് ചേച്ചിയും ഹസ്ബൻഡും പിള്ളേരൊക്കെ കൂടി നമ്മളെ കൂട്ടാനൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ കാറിന് കയറി നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് യാത്ര ചെയ്താൽ ചേച്ചിയുടെ വീട്ടിലോട്ടെത്തും. നല്ല റോഡുകളും കാര്യങ്ങളൊക്കെയാണ്. രാത്രിയൊക്കെ ഒരു 9:30 10 മണി സമയമാണ്. അപ്പോൾ അതുകൊണ്ട് റോഡിലൊന്നും അധികം വണ്ടിയൊന്നുമില്ല. പക്ഷേ ഒരു നോർമൽ റോഡാണെങ്കിൽ പോലും അടിപൊളി 5-6 ലൈനൊക്കെ ആയിട്ട് അടിപൊളി ആയിട്ടാണ് അവർ സെറ്റാക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തി. ഇവരും ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് വീടൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇനി നേരെ ചെന്നിട്ട് പോയി കുളി കഴിഞ്ഞ് ഫുഡും കഴിച്ച് കയറി കിടന്നുറങ്ങുക. നല്ല ക്ഷീണമാണ്, അതുകൊണ്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. അടുത്ത വീഡിയോ, ഇനി ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.